നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയും ആഭരണം കവർന്ന ശേഷം റോഡരികിൽ ഉപേക്ഷിക്കുകയും ചെയ്ത കേസിൽ വിചാരണ നടപടികൾ ആരംഭിച്ചു. കാഞ്ഞങ്ങാട് നഗരത്തിലെ സിനിമാ തിയേറ്ററുകളിലെ ടിക്കറ്റ് നിരക്ക് കുറയ്ക്കാൻ ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി വിജിഎം തിയേറ്ററിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. 25 സംവത്സരങ്ങൾക്ക് ശേഷം ആയിരങ്ങൾക്ക് ദർശന പുണ്യമേകി വന്നെത്തിയ തൃക്കരിപ്പൂർ രാമവില്യം കഴകം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ തെയ്യങ്ങളിൽ നിന്ന് അനുഗ്രഹം തേടി കേന്ദ്ര പെട്രോളിയം ടൂറിസം വകുപ്പ് മന്ത്രി സുരേഷ് ഗോപി കഴകസന്നിധിയിലെത്തി. അങ്കക്കുളങ്ങര ഭഗവതി രക്തചാമുണ്ടി തെയ്യങ്ങളെ തൊഴുത് മഞ്ഞൾക്കുറി വാങ്ങിയ സൂപ്പർ താരം കുച്ചിലിൽ നോറ്റിരിക്കുന്ന കോലാധാരികളെയും കണ്ടു. ബിജെപി കുറ്റിക്കോൽ പഞ്ചായത്ത് കമ്മിറ്റി ബന്തെടുക്കയിൽ നിർമ്മിച്ച കമ്മിറ്റി ഓഫീസ് കെ.ജി. മാരാർ സ്മൃതി മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടന്നു. കേളോത്ത് എക്കാൽ തറവാട് വയനാട്ടുകുലവൻ ദേവസ്ഥാനം തെയ്യംകെട്ട് മഹോത്സവം മാർച്ച് 9 മുതൽ 13 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് നടക്കുന്ന പെരുങ്കളിയാട്ടത്തിലെ തെയ്യക്കോലങ്ങളിൽ നിന്ന് അനുഗ്രഹം തേടാൻ ഫ്രാൻസിൽ നിന്നും 7 സംഘം തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിലെത്തി. വാർത്തകൾ വിശദമായി. കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയും ആഭരണം കവർന്ന ശേഷം റോഡരികിൽ ഉപേക്ഷിക്കുകയും ചെയ്ത കേസിൽ വിചാരണ നടപടികൾ ആരംഭിച്ചു. കർണാടക കുടക് സ്വദേശി പി.എ. സലീമിനെതിരെയുള്ള വിചാരണ നടപടികളാണ് ഹോസ്ദുർഗ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയിൽ ആരംഭിച്ചത്. നാടിനെ നടുക്കിയ പീഡന കേസിൽ പ്രതിക്കെതിരെ ഹോസ്ദുർഗ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയിൽ വിചാരണ നടപടികൾ ആരംഭിച്ചു. പടന്നക്കാട്ടെ വീട്ടിൽ കിടന്നുറങ്ങിയ 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയും ആഭരണം കവർന്ന ശേഷം റോഡരികിൽ ഉപേക്ഷിച്ച കേസിലെ പ്രതി കർണാടക കുടക് സ്വദേശി പി.എ. സലീമിനെതിരെയുള്ള വിചാരണ നടപടികളാണ് പോക്സോ കോടതിയിൽ അതിവേഗം പുരോഗമിക്കുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന പ്രതിയെ ഓരോ തവണയും വിചാരണക്കായി ഹാജരാക്കുന്നുണ്ട്. സ്വന്തമായി അഭിഭാഷകനെ നിയോഗിക്കാത്തതിനാൽ ലീഗൽ അഡ്വൈസറി നിയോഗിച്ച അഭിഭാഷകനാണ് പ്രതിക്ക് വേണ്ടി ഹാജരാകുന്നത്. അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു കുട്ടിയുടെ വിചാരണ നടപടികൾ പൂർത്തിയാക്കിയത്. ജഡ്ജി പി.എം. സുരേഷാണ് സാക്ഷികളെ വിസ്തരിക്കുന്നത്. കേസിലെ മുഖ്യ സാക്ഷികളിൽ ഒരാളായ കുട്ടിയുടെ മാതാവിനെയും കോടതി വിസ്തരിച്ചു. 67 സാക്ഷികളുടെ വിസ്താരമാണ് കോടതിയിൽ പൂർത്തിയാകാനുള്ളത്. വിചാരണ പുരോഗമിക്കുമ്പോഴും നാടിനെ നടുക്കിയ പീഡനക്കേസിലെ പ്രതിയെ സഹായിക്കാൻ പ്രതിയുടെ ബന്ധുക്കളടക്കം ആരും കോടതിയിലെത്താൻ തയ്യാറായില്ല. 2024 മെയ് 15 പുലർച്ചെയായിരുന്നു കേസിനാസ്പദമായ സംഭവം. 300 പേജുള്ള കുറ്റപത്രമാണ് കോടതിയിൽ സമർപ്പിച്ചത്. തട്ടിക്കൊണ്ടുപോകൽ, പോക്സോ, വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ചെയ്യുന്നതിനോ വീട്ടിൽ അതിക്രമിച്ചു കടക്കൽ ഉൾപ്പെടെയുള്ള കുറ്റമാണ് പ്രതിക്കെതിരെ കുറ്റപത്രത്തിലുള്ളത്. പുലർച്ചെ വല്യച്ഛൻ പശുവിനെ കറക്കാൻ പുറത്തിറങ്ങിയ സമയം തുറന്നുവെച്ച വാതിലിൽ കൂടി അകത്ത് കയറിയായിരുന്നു ഉറങ്ങിക്കിടന്ന കുട്ടിയെ തട്ടിയെടുത്ത് വിജനമായ സ്ഥലത്ത് കൊണ്ടുപോയി പീഡിപ്പിച്ചത്. മോഷ്ടിച്ച കുട്ടിയുടെ കമ്മൽ വിൽക്കാൻ സഹായിച്ച സഹോദരി സുവൈബ കേസിൽ 2ാം പ്രതിയാണ്. 2022 ബന്ധുവായ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ആദൂർ വനത്തിനുള്ളിൽ പീഡിപ്പിച്ച കേസിൽ പ്രതി ഇതേ പോക്സോ കോടതിയിൽ മറ്റൊരു വിചാരണ കൂടി നേരിടുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് നഗരത്തിലെ സിനിമാ തിയേറ്ററുകളിലെ ടിക്കറ്റ് നിരക്ക് കുറക്കാൻ ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി അലാമിപ്പള്ളി വിജിഎം തിയേറ്ററിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം കെ. സബീഷ് ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് നഗരത്തിലെ സിനിമാ തിയേറ്ററുകളിലെ ടിക്കറ്റ് നിരക്ക് കുറക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അലാമിപ്പള്ളി വിജിഎം തിയേറ്ററിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. സമീപ നഗരങ്ങളിലെ തിയേറ്ററുകളുമായി താരതമ്യപ്പെടുത്തിയാൽ കുറഞ്ഞ സൗകര്യവും കൂടിയ നിരക്കുമാണ് കാഞ്ഞങ്ങാട്ടെ തിയേറ്ററുകളിലെന്ന് സമരക്കാർ ആരോപിച്ചു. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ. സബീഷ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ആകെയുള്ള 2K ആണ്. പയ്യന്നൂരും അതുപോലെ തന്നെ കാസർഗോഡുമുള്ള 4K തിയേറ്ററിൽ നമുക്ക് ആ ടിക്കറ്റ് വരുന്നത് 120 രൂപയാണ്, 130 രൂപയാണ്. ഇവിടെ വരുന്നത് 190 രൂപയാണ്. വലിയ വ്യത്യാസം അതിനകത്ത് തന്നെ വരികയും അതുമാത്രമല്ല സൗണ്ട് സിസ്റ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപ്ഡേഷൻ അത്തരം തിയേറ്ററുകളുണ്ട്. ഈ തിയേറ്റർ ആണെങ്കിൽ ആ തിയേറ്ററിന്റെ അത്രയും മികച്ച സംവിധാനങ്ങളിലേക്ക് മാറിയിട്ടില്ല.
ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഡോക്ടർ ആര്യ AR അധ്യക്ഷയായി. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അനീഷ് കുറുമ്പാലം, ഹരിത നാലപ്പാടം, അമ്പിളി VP എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് സെക്രട്ടറി B ഗിനീഷ് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. 25 സംവത്സരങ്ങൾക്ക് ശേഷം ആയിരങ്ങൾക്ക് ദർശന പുണ്യമേകി വന്നെത്തിയ തൃക്കരിപ്പൂർ രാമവില്യം കഴകം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ തെയ്യങ്ങളിൽ നിന്ന് അനുഗ്രഹം തേടി കേന്ദ്ര പെട്രോളിയം ടൂറിസം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപി കഴകസന്നിധിയിലെത്തി. അങ്കക്കുളങ്ങര ഭഗവതി രക്തചാമുണ്ടി തെയ്യങ്ങളെ തൊഴുത് മഞ്ഞൾക്കുറി വാങ്ങിയ സൂപ്പർ താരം കുച്ചിലിൽ നോറ്റിരിക്കുന്ന കോലാധാരികളെയും കണ്ടു. വെള്ളിയാഴ്ച രാവിലെ 10:30 കഴകസന്നിധിയിലെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ രാമവില്യം കഴകം ഭാരവാഹികളും പെരുങ്കളിയാട്ട സംഘാടക സമിതി ഭാരവാഹികളും ചേർന്ന് കിഴക്കേ നടയിൽ സ്വീകരിച്ചു. വടക്കേയറയിൽ തൊഴുത് കാണിക്ക അർപ്പിച്ച അദ്ദേഹം പ്രധാന തെയ്യങ്ങളായ പടക്കത്തി ഭഗവതിയുടെയും ആര്യക്കര ഭഗവതിയുടെയും കോലധാരികളെ കുച്ചിലിൽ ചെന്ന് കണ്ടു. തുടർന്ന് പടിപ്പുരയിൽ കയറി സ്ഥാനികരെ കണ്ട ശേഷമാണ് അരങ്ങിലെത്തിയ അങ്കക്കുളങ്ങര ഭഗവതി രക്തചാമുണ്ടി തെയ്യങ്ങളെ തൊഴുത് മഞ്ഞൾക്കുറി വാങ്ങിയത്. തുടർന്ന് തങ്കയം ഉത്തമന്തൽ ക്ഷേത്രപാലക ക്ഷേത്ര ദർശനവും നടത്തിയാണ് അദ്ദേഹം തൃക്കരിപ്പൂരിൽ നിന്നും മടങ്ങിയത്. റുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. BJP കുറ്റിക്കോൽ പഞ്ചായത്ത് കമ്മിറ്റി ബന്തെടുക്കയിൽ നിർമ്മിച്ച കമ്മിറ്റി ഓഫീസ് KG മാരാർ സ്മൃതി മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടന്നു. സുരേഷ് ഗോപി MP ഉദ്ഘാടനം നിർവഹിച്ചു. BJP കുറ്റിക്കോൽ പഞ്ചായത്ത് കമ്മിറ്റി ബന്തെടുക്കയിൽ നിർമ്മിച്ച കമ്മിറ്റി ഓഫീസ് KG മാരാർ സ്മൃതി മന്ദിരത്തിന്റെ ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. സുരേഷ് ഗോപി MP ഉദ്ഘാടനം നിർവഹിച്ചു. സ്ഥാപനം എന്നിവിടെ തുടങ്ങി വെക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ കുറ്റിക്കോൽ പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസ് ബന്തെടുക്കയിൽ തുടങ്ങി വെക്കുന്നത് പാർട്ടിയുടെ പ്രവർത്തനം കുറച്ചുകൂടി അല്ലെങ്കിൽ വളരെയധികം ഊർജിത സ്വഭാവത്തോടുകൂടി വർദ്ധിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് വലിയ ആർജവം നൽകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അല്പം നിമിഷങ്ങൾക്കകം അവിടെ ഒരു തിരി തെളിയിച്ചുകൊണ്ട് ആ സ്ഥാപനം ഇവിടെ തുറന്നതായി പ്രഖ്യാപിക്കുന്നതാണ്. ഒരു ഈശ്വര സാന്നിധ്യമുള്ള ഈശ്വരീയ മുഹൂർത്തമാവണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വിവേകാനന്ദ പാലാർ അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി, BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് K ശ്രീകാന്ത്, BJP മണ്ഡലം പ്രസിഡന്റ് ദിലീപ് പളഞ്ചി, BJP ജില്ലാ സെക്രട്ടറി മനുലാൽ മേലത്ത്, BJP മണ്ഡലം കമ്മിറ്റി അംഗം ജയകുമാർ മാനടുക്കം, ശശികുമാർ, BJP ജില്ലാ കമ്മിറ്റി അംഗം രാധാകൃഷ്ണൻ നമ്പ്യാർ തുടങ്ങിയവർ സംസാരിച്ചു. BJP മുൻ മണ്ഡലം പ്രസിഡന്റും നിർമ്മാണ കമ്മിറ്റി ചെയർമാനുമായ മഹേഷ് സ്വാഗതവും നിർമ്മാണ കമ്മിറ്റി കൺവീനർ ചരൺകുമാർ നന്ദിയും പറഞ്ഞു. പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് നടക്കുന്ന പെരുങ്കളിയാട്ടത്തിലെ തെയ്യക്കോലങ്ങളിൽ നിന്ന് അനുഗ്രഹം തേടാൻ ഫ്രാൻസിൽ നിന്നും 7 അംഗ സംഘം തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിലെത്തി. ഫ്രാൻസിലെ ലിയോൺ സ്വദേശിയും യോഗ പരിശീലകനുമായ സിൽവി ഗ്യൂവിന്റെയും ഡെനീസിന്റെയും നേതൃത്വത്തിലാണ് ഇവരെത്തിയത്. കേരളത്തിലെ ആയുർവേദ ചികിത്സയും അപൂർവതയുള്ള തെയ്യക്കോലങ്ങളുടെ ഉറഞ്ഞാട്ടവും അനുഭവിച്ചറിയാനാണ് 15 ദിവസം മാത്രമുള്ള യാത്ര തീരുമാനിച്ചത്. ഒരാഴ്ചയായി ദൈവത്തിന്റെ സ്വന്തം നാടെന്ന ഖ്യാതിയുള്ള കേരളത്തിലെത്തിയിട്ട് വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായ വലിയ പറമ്പിന്റെ മനോഹാരിത ദിവസങ്ങളായി ഇവർ ആസ്വദിക്കുകയാണ്. വ്യാഴാഴ്ച രാവിലെ 10:30 രാമവില്യം കഴകസന്നിധിയിലെത്തിയ ഫ്രാൻസ് സംഘം നീൽമുടിയേറ്റിയ വല്ലാർകുളങ്ങര ഭഗവതിയെ കണ്ട് മഞ്ഞൾക്കുറി വാങ്ങി. ക്യാമറയിൽ വിവിധ ഫെയിമുകൾ പകർത്തുകയും തെയ്യത്തിന്റെ ഐതിഹ്യം ചോദിച്ചറിയുകയും ചെയ്തു. മറക്കാനാവാത്ത അനുഭവമാണ് തെയ്യങ്ങളുടെ നടനമെന്ന് ഡെന്നീസ് പറഞ്ഞു. ഗൈഡ് കണ്ണൂർ സ്വദേശി ഷനൂപാണ് പെരുങ്കളിയാട്ടത്തിനെത്താൻ സൗകര്യമൊരുക്കിയത്. റുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഇടവേള. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time.
Celebrating Viva by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോൺ, പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. വസ്ത്രവിസ്മയങ്ങളിലെ പുതുമകൾ കൊണ്ട് ജനമനസ്സുകൾ കീഴടക്കിയ കാഞ്ഞങ്ങാട് ഇമ്മാനുവൽ സിൽക്സ്. വ്യത്യസ്തങ്ങളായ പട്ടുസാരികൾ, വെഡ്ഡിംഗ് ഗൗണുകൾ, ലെഹങ്കകൾ, ലാച്ചകൾ തുടങ്ങിയവയുടെ വിസ്മയ കളക്ഷനുകളും. ഓരോ വധൂവരന്മാർക്കും അണിഞ്ഞൊരുങ്ങുവാൻ മനോഹരങ്ങളായ ബ്രൈഡൽ സാരികൾ, ബ്രൈഡൽ ഗൗണുകൾ, ബ്രൈഡൽ ലാച്ചകൾ, ഷെർവാണി, സൂട്ട്സ് തുടങ്ങിയവയുടെ വിപുലമായ ശ്രേണികൾ. ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. വാർത്തകൾ തുടരുന്നു. കേളോത്ത് എക്കാൽ തറവാട് വയനാട്ടുകുലവൻ ദേവസ്ഥാനം തെയ്യംകെട്ട് മഹോത്സവം മാർച്ച് 9 മുതൽ 13 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. പ്രസിദ്ധമായ അടൂട്ട് മുത്തേടത്ത് കുതിര പഴയ സ്ഥാനം ശ്രീ പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്തിന്റെ പരിധിയിൽ വരുന്ന എക്കാൽ ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് 160 വർഷങ്ങൾക്ക് മുൻപാണ് തെയ്യംകെട്ട് മഹോത്സവം നടന്നതെന്നാണ് അനുമാനിക്കപ്പെടുന്നത്. തറവാട്ടംഗങ്ങളുടെയും നാട്ടുകാരുടെയും നീണ്ടകാലത്തെ കാത്തിരിപ്പിന് ശേഷം തറവാട് തെയ്യംകെട്ട് മഹോത്സവത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ്. മാർച്ച് 9 മുതൽ 13 വരെ തീയതികളിലാണ് വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം നടക്കുക. മാർച്ച് 9 രാവിലെ കലവർ നിറക്കൽ ചടങ്ങ് നടക്കും. മാർച്ച് 10 രാത്രി 7 മണി മുതൽ വിഷ്ണുമൂർത്തിയുടെ തിടങ്ങൽ, തുടർന്ന് പൊട്ടൻ ദൈവത്തിന്റെ തോറ്റം. പുലർച്ചെ പൊട്ടൻ ദൈവം അരങ്ങിലെത്തും. മാർച്ച് 11 രാവിലെ വിഷ്ണുമൂർത്തിയുടെ പുറപ്പാട്, രാത്രി 7:30 കൈവീത്, തുടർന്ന് തെയ്യംകൂടൽ തോറ്റം. മാർച്ച് 12 ബുധനാഴ്ച വൈകുന്നേരം 4 മണിക്ക് കാർന്നൂൻ തെയ്യത്തിന്റെ വെള്ളാട്ടം, 5:30 കോരച്ചൻ തെയ്യത്തിന്റെ വെള്ളാട്ടം അരങ്ങിലെത്തും. രാത്രി 8 മണിക്ക് കണ്ടനാർക്കേളൻ തെയ്യത്തിന്റെ വെള്ളാട്ടം അരങ്ങിലെത്തും. തുടർന്ന് ബപ്പിടൽ ചടങ്ങ്. രാത്രി 10 മണിക്ക് വിഷ്ണുമൂർത്തി തെയ്യത്തിന്റെ തിടങ്ങൽ. 11 മണിയോടെ വയനാട്ടുകുലവൻ തെയ്യത്തിന്റെ വെള്ളാട്ടവും അരങ്ങിലെത്തും. കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ തെയ്യംകെട്ട് മഹോത്സവം മാർച്ച് 9 മുതൽ 13 വരെയുള്ള തീയതികളിൽ നടത്തപ്പെടുന്ന വിവരം അറിയിക്കുകയായിരുന്നു. മാർച്ച് 9 തീയതി രാവിലെ സമയം 10:30 മുതലുള്ള മുഹൂർത്തത്തിനാണ് കലവറ നടക്കൽ ചടങ്ങ് തുടങ്ങുന്നത്. അന്ന് 11 മണിക്ക് ഈ സാംസ്കാരിക സമ്മേളനം കൂടി വെച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി രാധാകൃഷ്ണന്റെ ഉദ്ഘാടനത്തോടുകൂടി സാംസ്കാരിക പരിപാടി തുടങ്ങുന്നതാണ്. സമാപന ദിവസമായ മാർച്ച് 13 വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് കാർന്നോൻ തീയം അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയും. 10 മണിക്ക് കോരച്ചൻ തീയത്തിന്റെ പുറപ്പാട്. ഉച്ചയ്ക്ക് 12 മണിയോടെ കണ്ടനാർക്കേളൻ തീയം അരങ്ങിലെത്തും. വൈകുന്നേരം 3 മണിക്ക് വയനാട്ടുകുലവൻ തീയത്തിന്റെ പുറപ്പാട് നടക്കും. തുടർന്ന് പരമപവിത്രമായ ചൂട്ടുപ്പിക്കൽ ചടങ്ങ് നടക്കും. തുടർന്ന് വിഷ്ണുമൂർത്തി അരങ്ങിലെത്തും. രാത്രി 10 മണിയോടെ മറപ്പിളർക്കൽ ചടങ്ങ്. തുടർന്ന് നടക്കുന്ന കൈവീതോടുകൂടി വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിന് സമാപനം കുറിക്കും. തെയ്യംകെട്ട് മഹോത്സവത്തിന്റെ വിജയത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചെയർമാൻ രാജൻ പെരിയ, വർക്കിംഗ് ചെയർമാൻ കൊട്ടൻ കുഞ്ഞി, വർക്കിംഗ് പ്രസിഡന്റുമാരായ പനയാൽ കുഞ്ഞിക്കണ്ണൻ, പി ശശി, വി ബാലൻ, തറവാട് കോയ്മ പ്രസിഡന്റ് മനോജ് പളയിൽ വീട്, ജനറൽ കൺവീനർ കെ കുഞ്ഞിരാമൻ, ട്രഷറർ എം വി രവി മടിയൻ, പബ്ലിസിറ്റി കൺവീനർ ബാബു പലിശക്കുന്ന്, ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ ഐശ്വര്യകുമാരൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അധ്യയന വർഷത്തെ അറിവിന്റെ ഉത്സവത്തെ ആഘോഷപൂർവ്വം വരവേറ്റ് കൂട്ടക്കനി ഗവൺമെന്റ് UP സ്കൂളിലെ കുരുന്നുകൾ. വൈവിധ്യമാർന്ന ആവിഷ്കാരങ്ങൾ കൊണ്ട് മികച്ചതാകുന്ന പഠനോത്സവത്തിൽ മുഴുവൻ രക്ഷിതാക്കളും ഭാഗമാകുന്നുണ്ട്.
ഒരാഴ്ച നീളുന്ന കുട്ടികളുടെ പഠനോത്സവത്തിന് കൂട്ടക്കനി GUP സ്കൂളിൽ തുടക്കമായി. അധ്യയന വർഷാവസാനം ഓരോ ക്ലാസ്സിലും കുട്ടികൾ നേടിയിരിക്കേണ്ട പഠന നേട്ടങ്ങൾ രക്ഷിതാക്കൾക്കും പൊതുസമൂഹത്തിനും മുന്നിൽ അവതരിപ്പിക്കുന്ന അക്കാദമിക ഉത്സവത്തെ ആഘോഷപൂർവ്വം ഏവരും വരവേറ്റു. ലഘുനാടകങ്ങൾ, പാവനാടകങ്ങൾ, സ്കിറ്റുകൾ, സംവാദങ്ങൾ, മൈം ഷോകൾ, പാനൽ ചർച്ചകൾ, തത്സമയ റിപ്പോർട്ടിങ്ങുകൾ, ആലാപനങ്ങൾ, ചിത്രങ്ങൾ, ഫോട്ടോകൾ, പോസ്റ്ററുകൾ തുടങ്ങിയ വൈവിധ്യമാർന്ന ആവിഷ്കാരങ്ങൾ പഠനോത്സവത്തെ മികച്ചതാക്കി. മുഴുവൻ രക്ഷിതാക്കൾക്കും വിവരം നൽകി പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് കൂട്ടക്കനി ഹരിത വിദ്യാലയത്തിൽ പഠനോത്സവം ഒരുക്കിയിരിക്കുന്നത്. ഭിന്നശേഷിക്കാരായ കുട്ടികളെയും ഉൾച്ചേർത്തുകൊണ്ടായിരുന്നു പരിപാടികൾ. ആദ്യ ദിനത്തിൽ 4ാം തരക്കാരുടെ പഠനോത്സവമായിരുന്നു. 7ാം നാളിൽ 1ാം ക്ലാസ്സുകാരുടെ പഠനോത്സവത്തോടെയാണ് പരിപാടിക്ക് തിരശീല വീഴുക. 1ാം നാളിൽ പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് മെമ്പർ M. വിജയൻ, ബാലൻ തായത്ത്, A. ബാലകൃഷ്ണൻ എന്നിവരെത്തി. PTA പ്രസിഡന്റ് A. സുധാകരൻ, വൈസ് പ്രസിഡന്റ് പ്രദീപ് കാട്ടാമ്പള്ളി, പ്രഥമാധ്യാപകൻ അനൂപ് കുമാർ കല്ലത്ത്, രാജേഷ് കൂട്ടക്കനി, P. വേണുഗോപാലൻ, വിഷ്ണു മോഹൻ, MS ധനുഷ് എന്നിവർ അതിഥികളായി പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബ്ലെസ്ഡ് അവർ എന്ന പേരിൽ കോലായി ലൈബ്രറി ഹാളിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. ബ്ലെസ്ഡ് അവർ എന്ന പേരിൽ ഇബ്രാഹിം ബാങ്കോടിന്റെയും ഹനീഫ് തുരുത്തിയുടെയും നേതൃത്വത്തിൽ കോലായി ലൈബ്രറി ഹാളിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. പ്രമുഖ പണ്ഡിതനും വാഗ്മിയുമായ കലീൽ ഹുദവി നോമ്പിന്റെയും വായനയുടെയും പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. ഒന്നാമത്തെ ആയത്തിൽ മതവിദ്യാഭ്യാസമായി, രണ്ടാമത്തെ ആയത്തിൽ ഭൗതികമായ സെക്യുലർ വിദ്യാഭ്യാസമായി, മൂന്നാമത്തെ ആയത്ത് പറയുന്നത് പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച നിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കണമെന്നാണ്. അപ്പൊ എഴുത്തും വായനയെയും പരിശുദ്ധ ഇസ്ലാം നന്നായി പ്രോത്സാഹിപ്പിക്കുകയാണ്. അവസാനമായി 5ാമത്തെ ആയത്തിൽ പറയുന്നത് അല്ലമൽ ഇൻസാന മാ ലം യഅലം, അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത നിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കണം എന്നുള്ളത്. താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെയും ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെയും വക്താക്കളായ P. ദാമോദരൻ, K. രവീന്ദ്രൻ, T. K. രാജശേഖരൻ, K. V. സജേഷ്, S. V. അശോക് കുമാർ, വിവിധ ലൈബ്രറികളെ പ്രതിനിധീകരിച്ച് K. മണികണ്ഠൻ, C. മുരളീധരൻ, നാസർ കുരിക്കൾ, പുകാസയുടെ T. ഗംഗാധരൻ, K. H. മുഹമ്മദ്, എഴുത്തുകാരായ ബാലകൃഷ്ണൻ ചെറുക്കള, രവീന്ദ്രൻ പാടി, ഷാഫി തെരുവത്ത്, റഹ്മാൻ മുട്ടത്തൊടി, നഹാസ് P, സാമൂഹ്യ പ്രവർത്തകരായ രമണി പ്രകാശ്, വേണു കണ്ണൻ തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ളവരും കോലായിക്കാരും സംബന്ധിച്ചു. ഒരു ഇഫ്താറിൻ്റെ ആ ഒരു പ്രത്യേകത എന്ത് എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്നും ഈ പറഞ്ഞ പോലെ ലൈബ്രറി കൗൺസിലിൻ്റെ ആൾക്കാരും മറ്റുള്ള എല്ലാവരും ജാതി മതമൊന്നും നോക്കാതെ ഇതെല്ലാം ഒരു മാനവികതയുടെ ഒരു ഇതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഓണമായാലും ന്യൂ ഇയർ പരിപാടിയായാലും ഈ പറഞ്ഞ നോമ്പ് തുറയായാലും. അപ്പോൾ അത് ഇക്കൊല്ലും വളരെ ഭംഗിയായി നമ്മൾ ചെയ്ത് മാക്സിമം ആൾക്കാരൊക്കെ വിളിച്ച് ഇനി ഭാവിയിലും ഇനി ഫ്യൂച്ചറിലും നമ്മൾ ഗംഭീരമായി ഇതുപോലെ തന്നെ ഇതിനേക്കാളും കൂടുതൽ നമുക്ക് ചെയ്യണമെന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സാർവദേശീയ വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് PC സുബൈദ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീ പദവി സ്ത്രീ സുരക്ഷ എന്ന സന്ദേശമുയർത്തി മാർച്ച് 8 സാർവദേശീയ വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്ത്രീ സൗഹൃദ തൊഴിലിടങ്ങൾ പ്രശ്നങ്ങളും പരിഹാരമാർഗങ്ങളും എന്ന വിഷയത്തിൽ വനിതാ സെമിനാർ സംഘടിപ്പിച്ചു. വിദ്യാനഗർ സിഡ്കോ ഹാളിൽ വെച്ച് നടന്ന പരിപാടി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് PC സുബൈദ ഉദ്ഘാടനം ചെയ്തു. ആഗോള തലത്തിൽ തന്നെ ഒരു സർവേ റിപ്പോർട്ട് എടുത്തപ്പം അവർ പറയുന്നത് ഇനിയും സ്ത്രീ ശാക്തീകരിക്കപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീ എന്താ പറയുക സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ സമത്വമായിട്ടും ഒക്കെ സ്ത്രീകൾ ഒരുപോലെ സ്ത്രീ പുരുഷ സമത്വത്തിലേക്ക് എത്തണമെങ്കിൽ ഇനിയും 139 വർഷങ്ങൾ കഴിയണമെന്നാണ് അന്താരാഷ്ട്ര തലത്തിലെ റിപ്പോർട്ടുകൾ നമ്മളോട് പറഞ്ഞു. ഇനിയും 139 വർഷം കഴിയണം. നമ്മളിപ്പം സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുമ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മാറ്റങ്ങളിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. ജില്ലാ പ്രസിഡന്റ് മധു കരിമ്പിൽ അധ്യക്ഷത വഹിച്ചു. സ്ത്രീ പദവി സ്ത്രീ സുരക്ഷ സംബന്ധിച്ച് നടത്തിയ സർവേ റിപ്പോർട്ട് ജില്ലാ വൈസ് പ്രസിഡന്റ് ആർജിത PV അവതരിപ്പിച്ചു.
NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം VK ശോഭ, KSTA സംസ്ഥാന കമ്മിറ്റി അംഗം ലസിത NK എന്നിവർ പ്രതികരണവും KGOA സംസ്ഥാന കമ്മിറ്റി അംഗം DL സുമ ക്രോഡീകരണവും നടത്തി. ജില്ലാ ജോയിന്റ് കൺവീനർ അനിത K സുരക്ഷാ നടത്താൻ സംബന്ധിച്ച റിപ്പോർട്ട് അവതരിപ്പിച്ചു. KGOA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം V ചന്ദ്രൻ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി KV രാഘവൻ സ്വാഗതവും ജോയിന്റ് കൺവീനർ D ദിവ്യ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇടവേള. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ ആൻഡ് മോസ്റ്റ് മോഡേൺ ഓപ്പറേഷൻ തിയേറ്റർ. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. Dedication, determination and dignity. കാഞ്ഞങ്ങാട് DNG ഫർണിച്ചറിൽ ആനിവേഴ്സറി സ്പെഷ്യൽ ബിഗ് സെയിൽ ജനുവരി 10 മുതൽ ഫെബ്രുവരി 10 വരെ. മലബാറിന്റെ പ്രൗഢിക്ക് മാറ്റുകൂട്ടുന്ന ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂമായ DNG ഫർണിച്ചറിൽ ആനിവേഴ്സറി സെയിലിന്റെ ഭാഗമായി 50% വരെ ഡിസ്കൗണ്ട്. ഇഷ്ട ഫർണിച്ചർ തടസ്സങ്ങളില്ലാതെ വാങ്ങാൻ ഈസി EMI സൗകര്യം. പഴയ ബെഡ് മാറ്റി പുതിയത് വാങ്ങാൻ മെഗാ എക്സ്ചേഞ്ച് ഓഫർ. ഓരോ 10,000 രൂപയുടെ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ആനിവേഴ്സറി സ്പെഷ്യൽ ഗിവവേയിൽ പങ്കെടുക്കാൻ 9605858326 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ DNG എന്ന് മെസ്സേജ് ചെയ്യുക. നിർദ്ദേശങ്ങൾ പാലിക്കുക. 4ന്റെ നിറവിൽ നാടിതുവരെ കാണാത്ത തകർപ്പൻ ഓഫറുമായി DNG ഫർണിച്ചർ, കാഞ്ഞങ്ങാട്. വാർത്തകൾ തുടരുന്നു. സ്വാതന്ത്ര്യ സമര സേനാനിയും ഗാന്ധിയനുമായിരുന്ന കേശവ്ജിയുടെ 20ാം ചരമവാർഷികം വിപുലമായി ആചരിച്ചു. കേശവ്ജി സ്മാരക പൊതുജന വായനശാലയിലായിരുന്നു പരിപാടി. സ്വാതന്ത്ര്യ സമര സേനാനിയും ഗാന്ധിയനുമായിരുന്ന കേശവ്ജിയുടെ 20ാം ചരമവാർഷികം വിപുലമായി ആചരിച്ചു. കേശവ്ജി സ്മാരക പൊതുജന വായനശാലയിൽ നടത്തിയ യോഗത്തിൽ പയ്യാവൂർ PP മാധവൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. നിരന്തരവും നിസ്തന്ത്രവുമായ പ്രവർത്തനങ്ങളുടെ ഒരു മഹാകാലത്തിന്റെ സ്പന്ദനം നിങ്ങൾക്ക് അനുഭവപ്പെടും. ഏതാണ്ട് അതിനും 15 വർഷങ്ങൾക്ക് 75-നപ്പുറം ഒരു 15 വർഷങ്ങൾക്കപ്പുറത്ത് ഒരു മനുഷ്യൻ, ഒരു പട്ടാളക്കാരൻ, ആ പട്ടാളക്കാരനോട്, ഇന്ത്യൻ പട്ടാളക്കാരനോട് ബ്രിട്ടീഷുകാരനായ ഓഫീസർ പറഞ്ഞു, ചുട്ടം, അവരെ വെടിവെച്ചു കൊല്ലുക. ഭാരതീയരായ സ്വസഹോദരന്മാരെ വെടിവെക്കാൻ ഉത്തരവിട്ട ബ്രിട്ടീഷ് പോലീസ് ഓഫീസറുടെ നെഞ്ചത്തേക്ക് തന്റെ തോക്ക് തിരിച്ചു വെച്ച മംഗൽ പാണ്ഡേയിൽ നിന്ന് വരുന്ന ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ കെട്ടടിഞ്ഞ കൊടുങ്കാറ്റിന്റെ ചരിത്രം നൽകുന്നു. പരപ്പ ബാലൻ മാസ്റ്റർ, KV ഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. KV നാരായണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വേണുഗോപാലൻ ചുണ്ടംകുളം, അശോകൻ മീങ്ങോത്ത് എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു. PV ജയരാജ് സ്വാഗതവും ഗോപി മുളവന്നൂർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പുല്ലൂർ ഉദയനഗർ കോളോപ്പാറ കാരക്കുളികൻ ദേവസ്ഥാനം കളിയാട്ട മഹോത്സവം നടന്നു. കാരക്കുളികൻ അരങ്ങിലെത്തി നിറഞ്ഞാടി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. അതിപുരാതനമായ പുല്ലൂർ ഉദയനഗർ കാരകുളികൻ ദേവസ്ഥാന കളിയാട്ട മഹോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. കാരകുളികൻ ദൈവം അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. തെയ്യക്കോലത്തിന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ നിരവധി ഭക്തജനങ്ങളാണ് കളിയാട്ട സന്നിധിയിൽ എത്തിച്ചേർന്നത്. ഭക്തർക്ക് അന്നപ്രസാദവും നൽകി. മടിക്കൈ ആലമ്പാടി മൂലക്കോത്ത് തറവാട് പുനഃപ്രതിഷ്ഠ കലശ കളിയാട്ട മഹോത്സവം ആചാര്യ വരവേൽപ്പ് നടന്നു.
നവീകരണ പ്രവൃത്തി പൂർത്തിയാക്കിയ മടിക്കൈ ആലമ്പാടി മൂലക്കൂത്ത് തറവാട് പുനഃപ്രതിഷ്ഠാ കലശക്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി ആചാര്യ വരവേൽപ്പ് നടന്നു. തുടർന്ന് വിവിധ താന്ത്രിക കർമ്മങ്ങൾ നടന്നു. സാംസ്കാരിക സദസ്സ് മടിക്കൈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത ഉദ്ഘാടനം ചെയ്തു. ഉത്തര മലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി ചെയർമാൻ രാജൻ പെരിയ സൊവനീർ പ്രകാശനം ചെയ്തു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച തറവാടംഗങ്ങളുടെ മക്കളെ മടിക്കൈ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സി പ്രഭാകരൻ അനുമോദിച്ചു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ ശ്രീനിവാസൻ KV അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു. ആഘോഷ കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ VK ഭാസ്കരൻ മാസ്റ്റർ സ്വാഗതവും ജനറൽ കൺവീനർ കുഞ്ഞിരാമൻ ചെരിച്ചൽ നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയും ആഭരണം കവർന്ന ശേഷം റോഡരികിൽ ഉപേക്ഷിക്കുകയും ചെയ്ത കേസിൽ വിചാരണ നടപടികൾ ആരംഭിച്ചു. കാഞ്ഞങ്ങാട് നഗരത്തിലെ സിനിമാ തിയേറ്ററുകളിലെ ടിക്കറ്റ് നിരക്ക് കുറയ്ക്കാൻ ആവശ്യപ്പെട്ട് DYFI കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി VGM തിയേറ്ററിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. 25 സംവത്സരങ്ങൾക്ക് ശേഷം ആയിരങ്ങൾക്ക് ദർശന പുണ്യമേകി വന്നെത്തിയ തൃക്കരിപ്പൂർ രാമവില്യം കഴകം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ തെയ്യങ്ങളിൽ നിന്ന് അനുഗ്രഹം തേടി കേന്ദ്ര പെട്രോളിയം ടൂറിസം വകുപ്പ് മന്ത്രി സുരേഷ് ഗോപി കഴകസന്നിധിയിലെത്തി. അങ്കക്കുളങ്ങര ഭഗവതി രക്തചാമുണ്ടി തെയ്യങ്ങളെ തൊഴുത് മഞ്ഞൾക്കുറി വാങ്ങിയ സൂപ്പർ താരം കുച്ചിലിൽ നോറ്റിരിക്കുന്ന കോലാധാരികളെയും കണ്ടു. BJP കുറ്റിക്കോൽ പഞ്ചായത്ത് കമ്മിറ്റി ബന്തെടുക്കയിൽ നിർമ്മിച്ച കമ്മിറ്റി ഓഫീസ് KG മാരാർ സ്മൃതി മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടന്നു. കേളോത്ത് എക്കാൽ തറവാട് വയനാട്ടുകുലവൻ ദേവസ്ഥാനം തെയ്യംകെട്ട് മഹോത്സവം മാർച്ച് 9 മുതൽ 13 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് നടക്കുന്ന പെരുങ്കളിയാട്ടത്തിലെ തെയ്യക്കോലങ്ങളിൽ നിന്ന് അനുഗ്രഹം തേടാൻ ഫ്രാൻസിൽ നിന്നും 7 അംഗ സംഘം തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിലെത്തി. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.